കെ സുരേന്ദ്രനെ വെട്ടി ടി രമേശ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുമെന്നാണ് ഇപ്പോൾ ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന കോർ കമ്മിറ്റിയിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു പാർട്ടി. അത് ഞാൻ വാർത്തയായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞു, ഒരു ജില്ലയെ തന്നെ, അതായത് 14 ജില്ലകളെ 31 വിഭജിച്ച് 10 ലക്ഷം പേരടങ്ങുന്ന ജില്ലയ്ക്ക് ഓരോ ജില്ലാ പ്രസിഡന്റുമാർ, എന്നിട്ടെന്താണ് 250 പഞ്ചായത്തുകളിലെങ്കിലും അധികാരം പിടിക്കണം. അടുത്ത 41 മുതൽ 61 വരെ നിയമസഭാ സീറ്റുകളിൽ വ്യക്തമായ ലീഡുണ്ടാക്കണം, വിജയം ഉറപ്പാക്കണം. അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ തീരുമാനിച്ച കമ്മിറ്റി, എന്നിട്ടെന്താണ് 2026 വരെ കെ സുരേന്ദ്രൻ തന്നെ പാർട്ടിയെ നയിക്കും എന്നൊക്കെ കോർ കമ്മിറ്റിയിൽ തീരുമാനിച്ച് പുറത്തോട്ടിറങ്ങി ഇതാ കിടക്കുന്നു, വീണ്ടും വീണിതല്ലോ കിടക്കുന്നു ധരണി. ആ അവസ്ഥയിൽ താമരത്തണ്ടൊടിഞ്ഞ് നിലത്ത് വീഴുന്നു. സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും പുറത്താക്കുക. അതായത് ഇപ്പോൾ സമവായത്തിലൂടെയും തെരഞ്ഞെടുപ്പിലൂടെയും ബൂത്ത് തലം ആദ്യം തുടങ്ങിക്കഴിഞ്ഞു. ബൂത്ത് തലത്തിലെ ഈ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന പരിപാടി ബി.ജെ.പി തുടങ്ങിക്കഴിഞ്ഞു. ബൂത്ത് തലം, അത് കഴിഞ്ഞാൽ പിന്നെ മണ്ഡലം വരുന്നു, പിന്നെ ജില്ല വരുന്നു. ജില്ലാ പ്രസിഡന്റുമാരെ നിശ്ചയിച്ച് കഴിയുമ്പോൾ ഏകദേശം ജനുവരി പകുതിയെങ്കിലും ആകും ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ നിശ്ചയിച്ച് കഴിയാൻ. അതിനുശേഷമാണ് സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നതും സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുന്നതും. സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ പ്രസിഡന്റുമാരെയും ഒക്കെ മത്സരത്തിലൂടെയല്ല, തെരഞ്ഞെടുപ്പിലൂടെയല്ല, സമവായത്തിലൂടെ വേണം നിശ്ചയിക്കേണ്ടതെന്നാണ് പാർട്ടിയുടെ നയമെങ്കിലും ഇത് ദേശീയ നേതൃത്വം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും സമവായം നടക്കാതെ വരുന്നുണ്ട്. ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നോക്കുകയാണെങ്കിൽ ടി രമേശിനാണ് സാധ്യത കൂടുതൽ. ഒന്ന്, അദ്ദേഹത്തിന് സംഘടനാ പാഠവും അതുപോലെ തന്നെ അനുഭവ സമ്പത്തും ധാരാളമുണ്ട്. അദ്ദേഹത്തിന് പിന്നെ RSSന്റെ പിന്തുണയുമുണ്ട്. അപ്പോൾ ചോദിക്കും, ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം കട്ടപ്പുകയായൊന്നും ഇല്ല. ശോഭാ സുരേന്ദ്രൻ സാധ്യത, ടി രമേശിന് നറുക്ക് വീണില്ലെങ്കിൽ അടുത്ത നറുക്ക് സാധ്യത ശോഭാ സുരേന്ദ്രനാണ്. അവർക്കുള്ള പ്ലസ് പോയിന്റായി RSS കാണുന്നത് അവരെ ഏത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാലും അവർ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ജനപിന്തുണയുണ്ട്. അതുകൊണ്ട് അവരെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചാലും കുഴപ്പമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ മറ്റു ചില ചരടുവലികൾ നടക്കുന്നുണ്ട്. ടി രമേശിനോ ശോഭയ്ക്കോ വേണ്ടിയല്ലാതെ വേറെ ചിലരും, പി കെ കൃഷ്ണദാസിൻ്റെ വിഭാഗവും എൻ രാധാകൃഷ്ണനുണ്ട്. എൻ രാധാകൃഷ്ണനും ഈ മോഹമുണ്ട്. അങ്ങനെ അത്തരക്കാരും ചരടുവലികൾ നടത്തുന്നുണ്ട്. ഏതായാലും ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി തീരുമാനം അട്ടിമറിച്ചത് സുരേന്ദ്രന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സുരേന്ദ്രന് മാത്രമല്ല, സുരേന്ദ്രൻ വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. കോർ കമ്മിറ്റിയിൽ ഒരു കാര്യം പറയുന്നു, പിന്നീട് പുറത്ത് മാധ്യമങ്ങളോട് മറ്റൊരു കാര്യം പറയുന്നു. ഇത്തരത്തിൽ നടത്തുന്നത് ശരിയായ രീതിയല്ല എന്നാണ് സുരേന്ദ്രൻ്റെ വാദം. സുരേന്ദ്രന് ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ട്. അതുമാത്രമല്ല, ഇനിയൊരു മുരളീധരനുണ്ട്. അദ്ദേഹം ഇപ്പോൾ തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് കൂടുതൽ ചുമതല കിട്ടാൻ സാധ്യതയുണ്ട് ഇനി. അതായത് പാർട്ടി പുനഃസംഘടനയൊക്കെ നടക്കുന്ന സമയത്ത്, അതായത് അഴിച്ചുപണികൾ നടക്കുമ്പോൾ മുരളീധരന് ദേശീയ തലത്തിൽ കുറെ കൂടി പ്രാധാന്യമുള്ള ചുമതലകൾ ലഭിക്കാൻ ഇടയുണ്ട്. അതേ അവസരം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രൻ നീക്കം ചെയ്യപ്പെടുകയാണെങ്കിൽ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിൽ അക്കോമഡേറ്റ് ചെയ്യും. അതുമാത്രമല്ല, ഒരുപക്ഷെങ്കിൽ രാജ്യസഭാ സീറ്റും കെ സുരേന്ദ്രന് നൽകിയേക്കും. അങ്ങനെ രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പായാൽ മാത്രമേ സുരേന്ദ്രൻ ഇവിടുത്തെ പിടിവലി അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് പാർട്ടിക്കുള്ളിലെ വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഏതായാലും സുരേന്ദ്രൻ്റെ രാശി തെളിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ടി രമേശ് സംസ്ഥാന അധ്യക്ഷനായി വരികയാണെങ്കിലോ, ശോഭാ സുരേന്ദ്രൻ, ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷയായി വരികയാണെങ്കിലോ കെ സുരേന്ദ്രന് രാജ്യസഭാ സീറ്റ് ഉറപ്പാണ്. കാരണം അങ്ങനെ ആണ് പാർട്ടിയുടെ ഒരു രീതി, അല്ലെങ്കിൽ അങ്ങനെയാണ് സുരേന്ദ്രന് കിട്ടിയിരിക്കുന്ന ഉറപ്പ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും ബി.ജെ.പിയിൽ വലിയൊരു അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോർ കമ്മിറ്റി മീറ്റിങ്ങിൽ നടന്ന, അല്ലെങ്കിൽ തീരുമാനിച്ച 2026 വരെ സുരേന്ദ്രൻ എന്ന വാദത്തിന് ഒരു വിലയും ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഇല്ല എന്നാണ് നിലവിലെ സാഹചര്യം തെളിയിക്കുന്നത്.